Hello friends, it's me Agila. Welcome back to my channel Me and Me Vlogs. Good morning. Yeah, good morning Vanni. Oh, good morning guys. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. യാതുകൂട്ടിനൊക്കെ എണീറ്റ് കുറച്ച് സമയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാൽ കൂടി ഞാൻ മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏത് സ്വാഗതം പറഞ്ഞേ? ഓക്കേ, എവിടേക്കാ പോണേ? ഡാൻസ് കളിച്ചേ? തും തക് തക് തും തക് തും തക് തക് തും തക് ചിങ് ചിങ് ചിങ്. ഓ ഓ ഓ ഓ, ആരെ വന്നോക്കാൻ പോവാന്നോ? അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് തുണികളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. യാതൊരുത്തരും കുളിക്കാൻ പോവാണ്. യാതൊരു ഓൾ ദ ബെസ്റ്റ് പറയാ. യാതൊട്ട ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അവൻ ഈ വരലാണേ ഓൾ ദ അതുപോലെ എന്താ പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങൾ ഇതേ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമ്മൾ മസാല ദോശ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കണേ. യാതുകൂട്ടിന് മസാല സെപ്പറേറ്റ്, ദോശ സെപ്പറേറ്റ്. ഓക്കെ, സ്മോൾ സ്മോൾ ദോശ ഗീ ഒഴിച്ചിട്ട്. ഓക്കെ, യാതുകൂട്ടനെ എത്തുള്ളൂ. ഞാൻ ദോശ ഉണ്ടാക്കിയാടാട്ടോ. അമ്മ ദോശ ഉണ്ടാക്കിയിട്ട് ഓടിയാടാ. ഓക്കെ, പറയും ഒരു ഉമ്മ തരോ? ഒരു ഉമ്മ കേട്ടില്ലേ ഗൈസ്? എൻ്റെ മോൻ്റെ എനിക്കൊരു ഉമ്മ കിട്ടണമെങ്കിൽ ടാസ്ക്കാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. മസാല ദോശ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മളത് ചൂടോടെ വെച്ച് മസാലയൊക്കെ ഫില്ല് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഗീയൊക്കെ വെച്ച് കുറച്ച് മുടിച്ചിട്ടുണ്ടാക്കാൻ എന്താ ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ യാതുകൂട്ടിന് കുട്ടി കുട്ടി ദോശയാണ് വെച്ചത്. അവന് ശരിക്കും ഞാൻ കഴിച്ചില്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ അങ്ങ് അരച്ചിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ഈ മാവിക്ക് ഞാൻ കുറച്ചെടുത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ആ കളർ കാണുമ്പോൾ അവൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്മോൾ പീസാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഇന്നിപ്പോൾ അതിനൊന്നും നിന്നില്ല. ഇന്ന് കുട്ടി ദോശ വെച്ച് അതിൻ്റെ മീതെ ഗീ വെച്ചിട്ട് കൊടുക്കുക ചെയ്ത്. അപ്പോൾ കൊടുക്കാനുള്ള ടാസ്ക് പിന്നെ പറയണ്ടല്ലോ. പിന്നെ അവൻ്റെ ഒരു ABCD ബുക്ക് ഉണ്ട്, അത് നോക്കിയിട്ടാണ് ഇന്ന് ഞങ്ങൾ കഴിച്ചിരിക്കുന്നത്. യാതൊരുമായിട്ട് ഒരുവിധം എല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. യാതൊക്കെ അതിലുള്ള എല്ലാം നമുക്ക് ആപ്പിൾ ബാള ഏതാന്നൊക്കെ ചോദിച്ചാൽ അതങ്ങനെ ടച്ച് ചെയ്ത് കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതായത് യാതൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പിന്നെ എൻ്റെ അനിയൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യാതുക്കുട്ടനെ കുഞ്ഞു കുട്ടിയഭാവം പോയതാണ്. പിന്നെ ഇപ്പോൾ വീഡിയോ കോളിലൂടെയാണ് കാണുന്നത് തന്നെ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ അതാ യാതുക്കുട്ടനെ എടുത്തിട്ട് അവിടെ പുറത്ത് പോയിട്ടുണ്ട്. ഊഞ്ഞാലുണ്ട് അവന്. അപ്പോൾ അവൻ ഊഞ്ഞാലാടാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും പുറത്തുണ്ട് യാതുക്കുട്ടനെ കൊണ്ട്. പിന്നെ അനിയപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. യാതുവിന് കൊടുത്തു. ഈ ബാക്കി കുറച്ച് പാത്രങ്ങൾ കഴുകാനും കിച്ചൺ ക്ലീൻ ചെയ്യാനും ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പം ആകെ മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കാനുണ്ട്. കുറച്ച് പാത്രങ്ങൾ കഴുകാം. ഇങ്ങോട്ട് നോക്കവാ. അമ്മേനെ നോക്ക്, കാണിച്ചു കൊടുക്ക്. ഒരു ഹായ് പയ്യു കുഞ്ഞാ. ബെല്ലടിച്ച് കാണിച്ചു കൊടുത്തേ. സൈക്കിളിൽ ബെല്ലടിച്ചു കൊടുത്തേ. യാതു എങ്ങനെ ബെല്ലടിക്ക? യാതു ഗുഡ് ബോയ് ക്ലാപ്പ് ക്ലാപ്പ്. യാതു ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഓ യാതു അമ്മ എങ്ങനെ അവിടെ ഉണ്ട്, ബാക്കിലാണേ. യാതു ടാറ്റ, അമ്മ പേരാട്ടോ. ഞാൻ പിന്നെ വേഗം പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതിനൊക്കെ അവിടെ കൊണ്ടിട്ട് ബാക്കി ഇതാ കിച്ചണും കാര്യങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ വേഗം പണികൾ തീർക്കാമെന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സത്യം പറഞ്ഞാൽ കുക്കിങ്ങിനൊക്കെ വലിയൊരു ടാസ്ക്കല്ലേ. എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകുക എന്ന് പറയുമ്പോൾ പാത്രമാണെങ്കിൽ കഴുകും തോറും കൂടി വരുന്ന പോലെയാണ് കേട്ടോ ഇവിടെ. എല്ലാവരുടെയും അങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടുക്കി പെറുക്കി എപ്പോഴും വൃത്തിയാക്കിയിരിക്കണം. എല്ലാവരും അങ്ങനെ ആയിരിക്കും. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. വീടൊക്കെ എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ആക്കി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ, ഒരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നും. അപ്പോൾ തന്നെ ഒരു ആശ്വാസം, പകുതി പണിയും കഴിഞ്ഞൊരു ഫീലായിരിക്കും. അങ്ങനെ ഞാൻ ക്ലീനിങ്ങും പണികളൊക്കെ കഴിഞ്ഞ് ഒതുക്കി കഴിഞ്ഞ് വരുന്നത് നോക്കുമ്പോൾ മമ്മിയും മോനും കാണാനില്ല. മമ്മിയും മോനും കൂടെ അവിടെ അതേ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് മീൻ വാങ്ങാൻ വേണ്ടി പോയി നിന്നതാണ്. നമ്മൾ മത്തിയാണ് വാങ്ങിച്ചത് കേട്ടോ, ചാള മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് നോക്ക്. What are you doing? അടോ മമ്മ മീൻ നേരാക്കാണോ? എടുത്തില്ല അത്. അച്ഛാ ഹായ്. അപ്പോൾ ഇതായ സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൺലൈൻ സൂം മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതേ ലഞ്ച് കഴിക്കാൻ പോവാണ്. യാദക്കുട്ടനാണെങ്കിൽ ഉറങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾക്ക് ഫുഡിന് ഇടിച്ചക്ക പൊടിത്തൂള് പിന്നെ മത്തി ആണ് വാങ്ങിച്ചത്. രാവിലെ മീൻ വാങ്ങിച്ചത്. അപ്പൊ നിങ്ങൾ എന്താ ഇതിന് ഇങ്ങനെ വെക്കുന്നത്? ഇടിച്ചക്ക ഉപ്പേരി എന്താ പറയാന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ. പിന്നെ ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനും കഴിച്ചിട്ട് വരാം. ഓക്കേ. അമ്മ ഒരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ അപ്പം എവിടെ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ യാദക്കുട്ടനാണെങ്കിൽ ജസ്റ്റ് ഇത്തിരി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുമെന്ന് അറിയില്ല. ഇത് കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടുണ്ടോ? യാദുവിൻ പിന്നെ എപ്പോഴും എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവ എനിക്കും കൂടെ എപ്പോഴും തരും കേട്ടോ. എനിക്ക് മാത്രമല്ല, അവ എല്ലാവർക്കും ഷെയർ ചെയ്യണൊരു ഇത് ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. എല്ലാതും അവൻ ഷെയർ ചെയ്തോളും. പിന്നെ ഇതേ അമ്മ അവിടെ ഫുഡ് കൊടുക്കുന്നു. ചെറുകിളികൾ വരവായി മഴമുരുകും വേദനയിൽ കഥ പാടി. പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടാ? ഒരു പാട്ട് പാടിത്തരാ. കൊറേ ആയില്ലേ പാട്ട് പാടിയിട്ട്? വീഡിയോ അത് എന്നാ വീഡിയോ ഓഫ് ചെയ്യാ. അച്ഛൻ പാടും പ്ലീസ്. ഒരു പാട്ട് പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. പാടച്ചാ അമ്മ അച്ഛനെ ടിബറ്റ് പഠിക്കും. രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. ആടുവതും രാഗം പാടുവതും രാഗം ഫ്രണ്ട്സ്, ഞങ്ങൾ ഇങ്ങനെയാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പാട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ പാട്ട് അമ്മയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. മാമനെ വിളിച്ചതാണോ? എങ്ങനെ? ഹലോ മാമ, സുഖാണോ? എപ്പോഴാ വരിക ചോദിക്കാതു? അച്ഛൻ എപ്പോഴാ വരിക ചോദിക്കോ? പിന്നെ അതേ നമ്മൾ പാട്ടൊക്കെ വെച്ച് യാദക്കുട്ട ഒരേ ഡാൻസ് കളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ കുറച്ച് പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം. യാദുമോനാണെങ്കിൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. അവന് നിറച്ചും ആൾക്കാർ എപ്പോഴും വേണം. അപ്പോൾ അവൻ്റെ എല്ലാവരും കൂടെ കളിക്കുകയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാമനായിട്ട് കുറേ സമയം ഇരുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് മാമൻ പോയത്. ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു യാതൊന്നും കൊണ്ട് ഇവിടെ ഔട്ടിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒറ്റപ്പാലം ലേഡേഴ്സിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ
യാദുക്കുട്ടിനെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് വന്നതായിരുന്നു കേട്ടോ. യാദുമോനാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. യാദുമോൻ മാത്രമല്ല ഞങ്ങളും ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒറ്റപ്പാലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയുന്നോളൂ കേട്ടോ. നമ്മുടെ ലാഡേഴ്സ് എങ്ങനെ സൂപ്പർ അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ആക്ച്വലി ഇതൊരു തിയേറ്ററാണ്, പക്ഷെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. തിയേറ്റർ മുകളിലാണ് കേട്ടോ, സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ അതേ യാദുക്കുട്ടനാണെങ്കിൽ അവിടെ ഓരോന്നിലും കയറിയിരുന്ന ഒരേ കളിയായിരുന്നു. യാദുക്കുട്ടന് ഭയങ്കര ഹാപ്പി ആയി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹാപ്പി ആയി. പക്ഷെ യാദുക്കുട്ടന് കളിക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ കൂടി അവൻ ഓരോന്നിനും ഇരുന്ന് അവനെ പറ്റാവുന്ന രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് അങ്ങനെ യാദുക്കുട്ടൻ ഓരോന്നിലും കയറി ഇറങ്ങി, ഞങ്ങളും ഓരോന്ന് കണ്ടങ്ങനെ നടന്നു. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് ശരിക്കും നല്ലതല്ലേ? നമ്മുടെ പിള്ളേർക്കും അതൊരു സന്തോഷം, നമുക്കും ഒരു റീഫ്രഷ് ആയി മൈൻഡൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഒറ്റപ്പാലം പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ടീയാനിറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്നാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ ഫ്രണ്ട്സ്, ഞാൻ എങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ ആ വീഡിയോ ആയിട്ട് വരാം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.